ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്കിൻ കെയറിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ മുൾട്ടാണി മിൽറ്റി അല്ലെങ്കിൽ ഫുള്ളേഴ്സ് സെറ്റ്. നമ്മൾ കോളേജിലൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം മുൾട്ടാണി മിൽറ്റി എല്ലാം തേച്ചിട്ട് പിറ്റേ ദിവസം പോവുകയാണെങ്കിൽ സ്കിന്നൊക്കെ കുറച്ചൊരു ബ്രൈറ്റൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ സ്കിൻ കെയറിൽ ഒരുപാട് പ്രൊഡക്റ്റ് വന്നതോടുകൂടി മുൾട്ടാണി മിൽറ്റിക്ക് പണ്ടത്തെ ആ ഡിമാൻഡില്ല. പക്ഷെ ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രൊഡക്റ്റുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. കൂടാണ്ട് നമ്മളിത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കെമിക്കൽസും ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ ബാരിയേഴ്സ് ഒന്നും ഡാമേജ് ആവാണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം വരാണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ സ്കിന്നിലെ ഓവർ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരു വേദനയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടും ഈ മുൾട്ടാണി മിൽറ്റി സഹായിക്കും. അതുപോലെ തന്നെ ഇതൊരു സ്കിൻ കെയർ എന്നല്ലാണ്ട് തന്നെ നമുക്കൊരു സ്കിൻ ട്രീറ്റ്മെന്റ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മുൾട്ടാണി മിൽറ്റി നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു മാറാനും മുഖക്കുരു മൂലം ഉണ്ടായ പാടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ മുൾട്ടാണി മിൽറ്റി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓയിലൊക്കെ വലിച്ചെടുക്കുകയും നമ്മുടെ സ്കിന്ന് നല്ല മാറ്റ് ഫിനിഷിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാണ്ട് തന്നെ ഈ മുൾട്ടാണി മിൽറ്റി ഒരു ക്ലെൻസറും കൂടിയാണ്, ടോണറും കൂടിയാണ്. നമ്മുടെ സ്കിന്ന് ടൈറ്റൻ ആക്കി വെക്കാനും പോർസ് ഒക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ മുൾട്ടാണി മിൽറ്റി ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഈ ഫുള്ളേഴ്സ് സെറ്റ് അല്ലെങ്കിൽ മുൾട്ടാണി മിൽറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാധനം വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചീപ്പ് വിലയിൽ നമുക്ക് പുറത്തുനിന്നെല്ലാം ചീപ്പായിട്ട് ഈ മുൾട്ടാണി മിൽറ്റി കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണം എന്നൊന്നുമില്ല. നല്ല പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞാൻ വാങ്ങുന്ന ഒരു ബ്രാൻഡ് ഞാൻ ടാഗ് ലിസ്റ്റിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇനി ഈ മുൾട്ടാണി മിൽറ്റി എങ്ങനെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒരു 5 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫേസ് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൾട്ടാണി മിൽറ്റി ഉപയോഗിക്കേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മുൾട്ടാണി മിൽറ്റി ഫേസ് പാക്ക് ആണ്. ഒരു ടീസ്പൂൺ മുൾട്ടാണി മിൽറ്റി എടുക്കുക. അതിലേക്ക് ചന്ദനം, നല്ല ചന്ദനം കിട്ടുകയാണെങ്കിൽ ചന്ദനത്തിന്റെ പൊടി ഒരു ടീസ്പൂണും കൂടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിക്കാം. ഒരു 1/4 ടീസ്പൂൺ പാൽ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ടില്ല എങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ആക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞ് കഴുകി കളയാം. ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്താൽ തന്നെ നമുക്കൊരു 3-4 വട്ടം നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ സ്കിൻ നല്ല ഗ്ലോ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ടാൻ റിമൂവലിലാണ് നിങ്ങൾക്ക് പുറത്തെല്ലാം പോയി വന്നു കഴിയുമ്പോൾ ഒരു മുഖത്ത് കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ട്, സ്കിന്നിലൊക്കെ ഒരു കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാണി മിൽറ്റി എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ മുൾട്ടാണി മിൽറ്റി എടുക്കാം. അതിലേക്ക് നമ്മുടെ തക്കാളിന്റെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇല്ല എങ്കിൽ തക്കാളി 2ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് പേസ്റ്റ് ഒക്കെ ആക്കാൻ മടിയുള്ളവർക്ക് തക്കാളി 2ആയി മുറിച്ച് ഒന്നിലേക്ക് കുറച്ച് മുൾട്ടാണി മിൽറ്റി ഇട്ടിട്ട് മുഖത്ത് റബ്ബ് ചെയ്താലും മതി. അല്ലാത്തവരെന്ത് ചെയ്യാം, നീര് ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അത് മുഖത്ത് അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. ഇനി കുരുക്കൾ പോവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മുഖത്തൊക്കെ വന്നിട്ടുള്ള എക്സസ് ഓയിൽ കാരണം ഒക്കെ ഉണ്ടാവുന്ന പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാക്കാണ് മുൾട്ടാണി മിൽറ്റി. എന്ത് ചെയ്യാം, ഒരു ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് നമ്മുടെ നീം പൗഡർ, ആര്യവേപ്പിന്റെ ഇല പൊടിച്ചിട്ടുള്ള പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാം. കൂടാണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി പാൽ അലർജി ഉള്ളവർക്ക് തൈര് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുവാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുരുക്കളൊക്കെ ഒരുപാട് കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി അടുത്തത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്കും. ഓയിലി സ്കിൻ ഉള്ളവര് ഈ മുൾട്ടാണി മിൽറ്റി ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഓയിൽ പ്രൊഡക്ഷൻ കുറയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെ യൂസ് ചെയ്യാം, ഏത് പാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ടീസ്പൂൺ മുൾട്ടാണി മിൽറ്റി എടുക്കുക. അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി. കുറച്ച് തൈര് ആഡ് ചെയ്യുക. തൈര് അല്ലെങ്കിൽ പാല് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ആഡ് ചെയ്യാം. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെക്കുക. അത് കഴിഞ്ഞ് കഴുകി കളയാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ, ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണ് മുൾട്ടാനി മിൽട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും, അങ്ങനെ പറയലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പറഞ്ഞുതരാം, നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആക്കാണ്ട് എന്നാൽ ഈ കിട്ടുന്ന ഗുണങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ ഒരു ഫേസ് പാക്ക് പറഞ്ഞുതരാം. അതിനായിട്ട് ഒരു ടീസ്പൂൺ മുൾട്ടാനി മിൽട്ടി എടുക്കുക. അതിലേക്ക് പപ്പായ നന്നായിട്ട് ചതച്ചത്, നമ്മൾ മാഷ് ചെയ്യാന്നെല്ലാം പറയില്ലേ, അങ്ങനെ ചതച്ചെടുത്തിട്ട് പപ്പായ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പാല് വേണമെങ്കിൽ പാൽ ആഡ് കൂടാണ്ട് കുറച്ച് തേനും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാം. നല്ലൊരു മോയ്സ്ചറൈസർ കുറച്ച് കട്ടിയിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവുകയില്ല, ഈ പറയുന്ന റിസൾട്ട് മൊത്തം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ 5 തരത്തില് നമ്മൾ മുൾട്ടാനി മിൽട്ടി ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാനും ടാൻ റിമൂവ് ആവാനും നമ്മുടെ മുഖത്തെ കുരുക്കളെല്ലാം കുറഞ്ഞു കിട്ടാനും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു മിനറൽ അബ്സോർബന്റും കൂടിയാണ്. അതുകൊണ്ട് മുഖത്ത് മാത്രമല്ല നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനും കൂടി പറ്റും. തലയിലാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ഓയിലും ഡർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ, പൊടിയും ഒക്കെ ഉള്ള ഒരു സ്കാൽപ്പാണ് നിങ്ങളുടെ എങ്കിൽ ഈ മുൾട്ടാനി മിൽട്ടി വെള്ളത്തിൽ ചാലിച്ച് തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഹെയറിലും സ്കാൽപ്പിലും ഡർട്ടൊക്കെ പോയി ഭയങ്കര ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ആ ഓയിലൊക്കെ മാറി നമ്മുടെ തലമുടിയും സ്കാൽപ്പും ഒക്കെ കുറച്ച് സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മുൾട്ടാനി മിൽട്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ വേസിലൊക്കെ നമുക്ക് മുൾട്ടാനി മിൽട്ടി യൂസ് ചെയ്യാം. ഇനിയും കുറേ അധികം രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പറ്റുന്നവരെന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസം മുൾട്ടാനി മിൽട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നല്ലൊരു റിസൾട്ട് വേഗത്തിൽ നൽകും. നമുക്ക് വലിയ വലിയ പൈസ കൊടുത്തിട്ട് സ്കിൻ പ്രൊഡക്റ്റ് ഒന്നും അഫോർഡബിൾ അല്ലാത്തവരെന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.